എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. രാജലക്ഷ്മി മാഡത്തിൻ്റെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന അതിമനോഹരമായ നോവലിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 4 അധ്യായങ്ങൾ, 4 ലക്കങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മണിക്കുട്ടിയുടെ അച്ഛൻ പെങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, അവരോടിപ്പോയതേക്കുറിച്ചുള്ള കഥയെല്ലാം അറിയുന്നു, കുഞ്ഞമ്മായിൽ നിന്ന് അറിയുന്നു. അത് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് പോകാം. ഒരു പൂവൽ ഇങ്ങോട്ട് ഇട്ട് തരുമോ? പള്ളിയാലിലെ മുള്ളുവേലിക്കപ്പുറത്ത് നിന്ന പെൺകിടാവ് അകത്ത് തേവുന്നയാളോട് വിളിച്ചു ചോദിച്ചു. കണ്ട പെൺകുട്ടികൾക്ക് വെറുതെ കൊടുക്കാനല്ല തേവി നനച്ചുണ്ടാക്കുന്നത്, വില തരണം. എന്നാ പൂവൽ തരാം. മൊട്ടിൽ നിന്ന് വിരിയാത്ത പൂവലിനല്ലേ വില? ആക്ക് വേണം നിങ്ങളുടെ വെള്ളരിക്ക പൂവൽ. ശരി, എന്നാ വേണ്ട. കുറച്ചു നേരം കഴിഞ്ഞ് അപ്പേട്ടാ വേലിക്കപ്പുറത്ത് നിന്ന് പിന്നെയും തുടങ്ങി. ഒന്ന് തരൂന്ന്. ഇന്നലത്തെ പോലെ ഓടിപ്പോവില്ല, മുഴുവൻ പഠിക്കാം. സത്യം സത്യം. പലകയുടെ അറ്റം വരെ നടന്നു നിറഞ്ഞ തേക്ക് തൊട്ടി ഒഴിച്ച് ഏത്തത്തിൽ നിന്ന് കൈയെടുത്ത് അയാൾ മാറി നിന്നു. ട്രൗസറും മുറിക്കയ്യൻ ഷർട്ടുമൊക്കെയായി എടുത്തുകുത്തിയ മുണ്ടും ബനിയനുമാണ് ഇപ്പോൾ. കൈ ചുരുട്ടി വെച്ച വെള്ള ഷർട്ട് ഊരി ഉലയാതെ വേലിക്കൽ പന്തലിന്മേൽ തൂക്കിയിട്ടിരുന്നു. വരിയായി വട്ടത്തിൽ പരന്നു കിടക്കുന്ന വെള്ളരിക്കിടയിൽ അയാൾ അവിടെയും ഇവിടെയും തിരിഞ്ഞു നടന്ന് മുക്കാത്ത പിഞ്ചു നോക്കി 4-5 എണ്ണമായപ്പോൾ വേലിക്കലേക്ക് ചെന്നു. വെളുത്തുരുണ്ടൊരു കൈ വേലിക്ക് മുകളിലൂടെ നീണ്ടു. അയാൾ പൂവലുകൾ വെച്ചു കൊടുത്തു. അവളും ആള് കുറേയൊക്കെ മാറി. മുട്ടിറങ്ങാത്ത ഫ്രോക്ക് പോയി. കണ്ണിലും മൂക്കിലുമൊക്കെ പറ്റിക്കിടക്കുന്ന മുടിയുമില്ല. കണങ്കാൽ വരെ താണുകിടക്കുന്ന പുള്ളിപ്പാവാടയും മുൻവശം തുറന്ന് പിൻകുത്തിയ ജാക്കറ്റും തലമുടി അഴിച്ചിട്ട പുറന്നിറയും കൂട്ടിപ്പിടിച്ച് പിന്നി ഇട്ടിരിക്കുകയാണ്. കടിച്ചു ചവയ്ക്കാൻ മാത്രമായി കുറേ നേരത്തേക്ക്. അവളിപ്പുറത്തും അയാൾ അപ്പുറത്തും. കയ്യിലേതും മുഴുവൻ തീർന്നപ്പോൾ അയാൾ ഏത്തത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. മതി തിന്നത്, ഇന്നലെ പഠിച്ചത് കേൾക്കട്ടെ. ഒരെണ്ണം കൂടിയുണ്ട്, അതൊന്ന് തീർത്തോട്ടെ, പിന്നെ തിന്നാൻ തുടങ്ങിക്കോളൂ. ചിന്തിച്ചിരിക്കാതരഞ്ഞൊടിക്കുള്ളിലെങ്ങാനന്ദ ദേവതേ നീ മറഞ്ഞു. വായിൽ വെള്ളരിക്ക കഷ്ണം വെച്ചുകൊണ്ട് തന്നെ അവൾ തുടങ്ങി. വായ നിറച്ചുകൊണ്ടാണ് പാടുന്നത്. തിന്നു കഴിഞ്ഞിട്ട് മതിയെന്നേ. ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. അവൾ കുറച്ച് സമയമെടുത്ത് ചവച്ചിറക്കി. പിന്നെയും തുടങ്ങി. 4-5 വരിയായി. ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. അവൾ നിർത്തിയിടത്ത് നിന്ന് അയാൾ തുടങ്ങി. വാനിലെ പൊന്മുകിൽ തേരിലിരുന്ന് ഞാൻ വീണ വായിക്കുകയായിരുന്നു, താരാട്ടുപാടി ഞാൻ. അയാളുടെ തുറന്ന ഒച്ചയിൽ ചങ്ങമ്പുഴയുടെ ഈരടികൾ ഒഴുകി ഒഴുകി വന്നു. അവളും കൂടെ പാടണമെന്നാണ് നിയമം. 1-2 വരി പാടി, പിന്നെ പതുക്കെ നിർത്തി. അതിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന അയാൾ അത് ശ്രദ്ധിച്ചില്ല. അവൾക്കെന്നും കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. കേട്ടിരുന്ന് സ്വപ്നങ്ങളിലേക്ക് ഒരു പച്ചില നുള്ളി കടിച്ചുകൊണ്ട് അവൾ വേലിപ്പത്തലിൽ ചാരി നിന്നു. എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. ചൂടുള്ള പ്രകാശമുള്ള ചിന്തകൾ, എന്തിനെപ്പറ്റിയെന്നില്ല. രൂപം നൽകാൻ കഴിയാത്ത സുഖദ ചിന്തകൾ. അയാൾ നിർത്തുമ്പോഴാണ് അറിയുക അവൾ അവിടെ എങ്ങും ഇല്ലായിരുന്നു എന്ന്. എന്നും പതിവ് അതാണ്. ചില ദിവസം ഇത് പറഞ്ഞ് അയാൾ പിണങ്ങും. കുറേ നേരത്തേക്ക് മിണ്ടാതിരിക്കും. പിന്നെ പിണക്കം മാറ്റാൻ അവൾ കുറേ പാടുപെടണം. ഇനി ഇങ്ങനെ വരില്ല എന്ന വാഗ്ദാനത്തോടെയാണ് എന്നും തീരുക. ചിലപ്പോൾ കുറേ ശകാരമായിരിക്കും കിട്ടുക. അതാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി. അയാളുടെ ദേഷ്യം മാറും. അങ്ങനെ കവിത പഠിപ്പിക്കലും പാടലും എന്നും ഉണ്ട്. അച്ഛൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ 5 അടിക്കുന്നതിന് മുമ്പ് അവൾ വേലിക്കപ്പുറത്തെത്തും. അയാൾ ഇപ്പുറത്തുമായി ഹാജരായി കഴിയും. അയാൾ പാടുന്ന വരികളിലെ സംഗീതം വശമാക്കാൻ അവൾ മിനക്കെട്ടില്ല. പാട്ട് പഠിക്കണമെന്ന് അവൾക്കില്ലായിരുന്നു. പക്ഷേ ആ ജീവനുള്ള കവിതകൾ അവൾ ആർത്തിയോടെ പഠിച്ചു. കേട്ടതെന്തും ഓർമ്മയിൽ നിൽക്കുന്ന പ്രായം. കാന്തശക്തിയുള്ള വാക്കുകൾ ഉള്ളിൽ കയറി നൃത്തം ചവിട്ടി. വാക്കുകൾ, പാടുന്ന വാക്കുകൾ, ആടി ഉലയുന്ന വാക്കുകൾ, കരച്ചിൽ തുളുമ്പി നിൽക്കുന്ന വാക്കുകൾ, ചിരി വിടർന്നുയരുന്ന വാക്കുകൾ, വാക്കുകളുടെ പ്രപഞ്ചം. ആ പുതിയ ലോകത്തിലേക്ക് അവൾ ഉണരുകയാണ്. അയാൾ അവിടെയും ഇവിടെയും നിന്ന് പഠിച്ച കവിതകളെല്ലാം അവൾക്ക് പകർന്നു കൊടുത്തു. അവളുടെ ദാഹത്തിന് അത് മതിയായില്ല. അയാളല്ലാതൊരു വഴി അവൾ കണ്ടതുമില്ല. അവൾക്ക് വേണ്ടി അയാൾ പുസ്തകങ്ങൾ തേടി നടക്കാൻ തുടങ്ങി. രമണനും ബാഷ്പാഞ്ജലിയും അസ്ഥിമാടവും.
വായിക്കുകയല്ല, വാരി വിഴുങ്ങുകയാണ്. ഓരോ വരിയും കാണാതെ പഠിച്ചേ താഴെ വയ്ക്കുകയുള്ളൂ. അതിന് ആയാസപ്പെടേണ്ടിയും വന്നില്ല. 2 തവണ വായിച്ചാൽ മതി, ഉള്ളിൽ നിന്നോളും. കരച്ചിലിൻ്റെ കവിതകളെ നല്ലതുള്ളൂ. ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും അവരാണ് കവികൾ. കണ്ണുനീരിൻ്റെ ആശ്വാസമറിയാത്ത പ്രകൃതം. ഒടിയുകയല്ലാതെ വളയാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. നല്ല ആരോഗ്യവും പ്രസരിപ്പുമുള്ള കുട്ടി പരിതസ്ഥിതികളിൽ ഞെങ്ങി ഞെരുങ്ങി ഉള്ളിലേക്ക് നോക്കാൻ നിർബന്ധിതയായിരിക്കുകയാണ്. പരാജയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷാദത്തിൻ്റെയും കവിതകളല്ലേ അവൾക്ക് രുചിക്ക്. അർത്ഥം ചിന്തിക്കാറില്ല. ഭാവമാണ് ഉള്ളിൽ തട്ടിയത്, തേനൊഴുകുന്ന രൂപവും. പടിഞ്ഞാറൻ കാറ്റ് മൂളി അടിക്കുന്ന സന്ധ്യകളിൽ കുന്നിൻ നെറുകയിൽ കയറി നിന്ന് ഉള്ളിൽ കിടന്ന് മുഴങ്ങുന്ന വരികൾ അവൾ ഉറക്കെ പാടും. അപ്പേട്ടനെന്നല്ല, ആരും കേൾക്കെ പാടാൻ വിഷമമാണ്. ഉള്ളിൻ്റെ ഏതോ ഭാഗം തുറന്നു കാണിക്കുന്നത് പോലെയാണത്. അകലത്തെ നീലമലകൾ മാത്രം കേട്ടു നിൽക്കുമ്പോൾ ആ വിഷമം തോന്നില്ല. അവയെ മറയ്ക്കാൻ അവൾക്കൊന്നുമില്ല. അവളുടെ ഓരോ ഭാവവ്യത്യാസവും കണ്ടതാണ് ആ മലകൾ. അങ്ങനെ കുന്നിൻപുറത്ത് മനുഷ്യജീവികൾ ആരും കേൾക്കാനില്ലാത്ത ഇടത്തു നിന്ന് വാക്കുകൾക്കും പിന്നാലെ വികാരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവൾ പാടും. സംഗീതമില്ല, താളമില്ല, വാക്കുകൾ ചുണ്ടത്ത് ജീവിക്കുകയാണ്. അവൾ ആദ്യത്തെ കവിത എഴുതിയപ്പോൾ കാണിച്ചു കൊടുക്കാൻ അപ്പേട്ടൻ സ്ഥലത്തില്ലായിരുന്നു. ചങ്ങമ്പുഴ കവിതകൾ വായിച്ച് വായിച്ച് മധുരാക്ഷരങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന കാലം. വാതിലിനു പിന്നിലും മുറിയുടെ കോണിലും അപ്സരസുകൾ നൃത്തം ചവിട്ടുന്നുണ്ടോ? ഇഞ്ച ഇങ്ക ഉമ്പ ലളിതാക്ഷരങ്ങൾ കൺമുന്നിൽ കിടന്ന് അവ ആടി ഉലയുകയാണോ? ലഹരി അവൾക്കും പകർന്നു. മഞ്ചരിയും ശിഞ്ചിതവും മഞ്ജുളവും വാക്കുകൾ കൊണ്ട് നോട്ട് പുസ്തകം നിറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ കവിത എഴുതിയത്. ഒരർത്ഥവുമില്ല. ചെവിക്ക് ഇമ്പമുള്ള വാക്കുകൾ അടുക്കി വെച്ച് 7-8 വരികൾ. അതാരെയും കാണിച്ചില്ല. ധൈര്യം വന്നില്ല. കാണിക്കാൻ വേണ്ടിയല്ല എഴുതിയത്. പോരെങ്കിൽ അപ്പോഴേക്കും കാണിക്കാൻ ആളുമില്ലായിരുന്നു. അപ്പേട്ടനെ അല്ലാതെ വേറെ ആരെയെങ്കിലും ഇതൊക്കെ അറിയിക്കുന്നത് എങ്ങനെ? കൊച്ചച്ഛനുണ്ട്. പക്ഷേ കൊച്ചച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ ഇത് കൊള്ളില്ല. ശരിക്കും നല്ലതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് വേണം കൊച്ചച്ഛനെ കാണിക്കാൻ. അത് വായിച്ച കറുത്ത മുഖം മുഴുവൻ തെളിയിക്കുന്ന ചിരിച്ച് പറയണം, ഇത് നമ്മുടെ മണി എഴുതിയതാണെന്നോ? ഇത് കുട്ടിക്കളിയൊന്നും അല്ലല്ലോ. ആര് വിചാരിച്ചു ഇവളുടെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന്? മിടുക്കത്തി. എന്നിട്ട് ആ കനമുള്ള പരുപരുത്ത കൈ അവളുടെ തോളത്ത് വെക്കണം. ഈ ലോകത്ത് ആരുടെയെങ്കിലും നല്ല അഭിപ്രായം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊച്ചച്ഛൻ്റെയാണ്. ആ കൊച്ചച്ഛനെ ഇത് കാണിക്കുന്നത് എങ്ങനെ? അത് പറ്റിയില്ല അമ്മോ, വേറെ എഴുതി നോക്കൂ എന്നോ മറ്റോ പറഞ്ഞാലോ? കൊച്ചച്ഛൻ്റെ അടുത്ത് നിന്ന് അത് സഹിക്കാനാവില്ല. അപ്പേട്ടനെ കാണിച്ച് അഭിപ്രായം ചോദിക്കാമായിരുന്നു. അതിന് ആള് സ്ഥലത്തില്ല. അങ്ങോട്ട് അയച്ചു കൊടുത്താലോ? വല്ല കൂട്ടുകാരുമൊക്കെ വായിക്കും. അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായി അവിടെ നിന്നും എഴുത്തൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റിയോ? പുതിയ സ്ഥലവും പുതിയ കൂട്ടുകാരുമൊക്കെ അല്ലേ എഴുത്തെഴുതാൻ മെനക്കെടണമെന്ന് തോന്നിയിട്ട് വേണ്ടേ? അതാവില്ല. പാവം അപ്പേട്ടൻ. ആദ്യത്തെ ആഴ്ചയിൽ 3 എഴുത്ത് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ സകല കാര്യവും കാണിച്ച്. അങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ പിന്നെയും എഴുതിയിരുന്നു. കോളേജിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം കുന്നിൻ്റെ താഴ്വാരത്ത് പറങ്കിമാവുകളുടെ ഇടയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് യാത്ര പറഞ്ഞത്. എങ്ങനെ ഇരുന്ന് കണ്ണും മുഖവും കൂടി. ഒരക്ഷരം മിണ്ടാതെ അവളുടെ മുഖത്ത് നോക്കി നിന്നു. കണ്ണിങ്ങനെ നിറഞ്ഞു വരികയും ഇതിനപ്പുറമുള്ള ലോകം എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യമായി കാണാൻ പോവുകയാണ്. ഒരു ഉത്സാഹമൊക്കെ വേണ്ടേ? സങ്കടമുണ്ടാവും വീട്ടിൽ നിന്ന് പോകുമ്പോൾ. എന്നാലും വേണമെന്ന് തോന്നുമ്പോൾ വരാമല്ലോ. 1.5 മണിക്കൂർ ബസ്സിലിരുന്നാൽ മതി. അധികം ദൂരമൊന്നുമില്ല. എത്ര നേരം അങ്ങനെ വെറുതെ നോക്കി നിന്നു. മണി. ഒടുക്കം ഈ ഒരു വിളി മാത്രം. അപ്പേട്ട. സമാധാനിപ്പിക്കാൻ അവൾക്കറിയുമോ? എന്നെ മറക്കല്ലേ മണി. ഇപ്പോൾ പൊട്ടും കരച്ചിൽ എന്ന് തോന്നി. ഇല്ല അപ്പേട്ട, ഞാൻ മറക്കുമോ ഏട്ടനെ? ഇത്രയുമേ പറയേണ്ടി വന്നുള്ളൂ. പിന്നെ ഒന്നും കേൾക്കാൻ നിന്നില്ല അപ്പേട്ടൻ. തിരിഞ്ഞ് പറങ്കിമാവിൻ്റെ ഇടയിലേക്ക് ഓടി മറഞ്ഞു. പിന്നാലെ പോണോ? കുറച്ചു നേരം അവൾ സംശയിച്ചു നിന്നു. കരയുകയാണെങ്കിലോ? കരയുന്നത് കാണാൻ വിഷമമാണ്. അവൾ പോയില്ല. അവിടെ തന്നെ നിന്നു. അപ്പേട്ടൻ തിരിച്ചു വന്നില്ല. നല്ലവണ്ണം ഇരുട്ടായി തുടങ്ങിയപ്പോൾ അവൾ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ബസ് കയറാൻ പോകുമ്പോൾ അവൾ വേലിക്കൽ കാത്തു നിന്നിരുന്നു. കൊച്ചച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. പെട്ടിയും സാമാനവും എടുത്ത് മമ്മാലിയും. അവളെ കണ്ട് അപ്പേട്ടനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എത്തി അന്ന് തന്നെ അവൾക്ക് എഴുത്തിട്ടു. സ്കൂളിലേക്ക് തുടരെ 4-5 കിട്ടി. ഒരെടുത്ത് അവൾ അങ്ങോട്ടും അയച്ചു. ഗോപുവിനെ സേവ് പിടിച്ച് കവർ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് അനക്കമില്ല. സ്കൂളിൽ വന്നിട്ട് ഹെഡ് മാസ്റ്റർ തരാതിരുന്നതായിരിക്കണം. അല്ലാതെ എന്താ? സുഖക്കേടൊന്നുമില്ല. കൊച്ചച്ഛൻ എഴുതുന്നുണ്ട്. ഇന്നാളും കൂടി പറഞ്ഞു എഴുത്തുവന്ന വിവരം. ഏട്ടൻ പോയി കുറച്ച് ദിവസത്തേക്ക് എന്ത് വിഷമമായിരുന്നു. സ്കൂളിൽ പോകാനും വരാനും ഗോപു അവളെ കാത്തു നിൽക്കില്ല. അപ്പേട്ടനാണെങ്കിൽ ഒരു ദിവസവും വിളിക്കാതെ പോവില്ല.
നാലും കൂടിയെടുത്ത് രാധയും തങ്കവും കാണും. നേരം വൈകിയാലും അവൾ ചെന്നേ അവർ പോവും. ആ കവലയിൽ നിൽക്കും. അപ്പേട്ടനുള്ളപ്പോഴും അവിടെ ആയാൽ അവൾ അവരുടെ കൂടെ ചേരും. അപ്പോൾ അതുവരെ തനിയെ നടക്കണം. വൈകുന്നേരവും അതുപോലെ തന്നെ. അവർ മറ്റേ വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാവും. ഏട്ടനുള്ളപ്പോൾ ആ സമയത്തേക്ക് എവിടെ നിന്നെങ്കിലും കൂടെ എത്തും. എന്നും എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് കൂടും. വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്ത് വേഗം ദേഷ്യം വരും അപ്പേട്ടന്. ചുണ്ടു പിടിപ്പിക്കാൻ എന്തൊരു രസമായിരുന്നു. ഇപ്പോൾ കുന്നിൻപുറത്ത് കയറിയാൽ തനിച്ച് നടക്കണം. വൈകുന്നേരം അപ്പേട്ടൻ പള്ളിയാല് വരുമ്പോൾ വേലിക്കപ്പുറത്ത് ചെന്ന് സംസാരിച്ച് നിൽക്കുന്ന ഒരു ശീലമായി. ആ വേലിക്കൽ ചെന്ന് നിന്നില്ലെങ്കിൽ അവളുടെ വൈകുന്നേരങ്ങൾ നീങ്ങില്ല. ചെറിയമ്മയുടെ ശകാരം എത്ര കേട്ടിരിക്കുന്നു അതിന്. അച്ഛനുള്ള ഒരു ദിവസം മാത്രം പോകാറില്ല. അതിന് അത്ര നേരത്തെ അച്ഛൻ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ മാസത്തിൽ 1-2 കൂടി കാണില്ല. അപ്പേട്ടൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഇരുട്ടാവുന്നതുവരെ വേലിക്കൽ നോക്കിക്കൊണ്ട് നിന്നു. വെള്ളരിയും പാവലും കായ്ച്ചു കിടക്കുന്നു. തോട്ടക്കാരൻ മാത്രമില്ല. ഏത്തക്കാലിൻ്റെ അടുത്ത് നിന്ന് തുറന്നു മുഴങ്ങുന്ന ഒച്ചയിൽ സംഗീതത്തിൻ്റെ അലകൾ ഇനി ഒരിക്കലും ഒഴുകി വരില്ലേ? ചെറുമൻ ശങ്കരൻ്റെ മകൻ കയറി വന്ന് ചെടികൾക്കിടയിൽ ചുറ്റി നടന്നു. കുറച്ചു നേരം 5-8 വെള്ളരിക്ക് അവിടെയും ഇവിടെയും നിന്ന് പറിച്ചു കൂട്ടി. എല്ലാം കൂടി ഒരു കുട്ടയിൽ പെറുക്കിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അയാൾ വരുന്നതും പോകുന്നതും നോക്കിക്കൊണ്ട് അവൾ വേലിക്കൽ അയിനിപ്പിലാവിന്മേൽ ചാരി നിന്നു. നേരം ഇരുട്ടി തുടങ്ങി. പള്ളിയാലിലേക്ക് ഒരാൾ കൂടി കയറി വന്നു, കൊച്ചച്ഛൻ. അച്ഛനും മകനും കൂടി എന്ന് നടക്കാനിറങ്ങുന്ന നേരമാണ്. രണ്ടുപേരും കൂടി കുറേ കറങ്ങി നല്ല ഇരുട്ടാവുമ്പോഴേ മടങ്ങിയുള്ളൂ. ഇന്നും ആ സമയമായപ്പോൾ വന്നിരിക്കുകയാണ്. അകത്ത് കടന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുഴുവൻ നടന്നു. അവളെ കണ്ടില്ല. ശ്രദ്ധ മുഴുവൻ ചെടികളിന്മേലാണ്. ഓരോന്നിൻ്റെയും അടുത്ത് ചെന്ന് എന്താണ് ഇത്ര കാര്യമായി പരിശോധിക്കുന്നത്? എല്ലാം നോക്കിക്കഴിഞ്ഞ് നടുക്ക് പടവലം പടർത്തിയിട്ടിരിക്കുന്ന പന്തലിൻ്റെ അടുത്ത് ചെന്ന് അനങ്ങാ നിൽപ്പായി. അവൾ ശബ്ദമുണ്ടാക്കാതെ നടന്ന അപ്പുറേ കൂടി വളഞ്ഞ് പള്ളിയാലിലേക്ക് കടന്നു. കൊച്ചച്ഛൻ അതേ നിൽപ്പ് നിൽക്കുകയാണ്. അവൾ അടുത്ത് നിന്നിട്ടേ അറിഞ്ഞുള്ളൂ. ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം അവളുടെ തോളത്തുകൂടി കൈയണച്ച് അടുപ്പിച്ച് നിർത്തി. ഫ്രോക്കിട്ട് നടന്നിരുന്ന കാലത്ത് ചെയ്തിരുന്ന അതേപോലെ. കായ തീരാറായ പടവലത്തിന്മേൽ തന്നെ കണ്ണു നട്ട് അവർ നിന്നു കുറേ നേരം. അവനിവിടെ ഇപ്പോൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവൾ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ഒരുത്തരം തിരയുകയായിരുന്നു മനസ്സ്. ആ വലിയ മനുഷ്യൻ നിന്ന് വേദനിക്കുകയാണ്. സമാധാനിപ്പിക്കാൻ 2-3 എണ്ണത്തിന് കല്ല് കെട്ടിയിടാതെ ഉണ്ട് കൊച്ചിച്ച. അവസാനം അവൾ പറഞ്ഞതാണ്. വളഞ്ഞു ചുരുണ്ടുകൂടിയ ഒരു കൊച്ചു പടവലങ്ങി അവൾ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ആ വല്ലാത്ത നിശ്ചലതയിൽ നിന്ന് അനങ്ങി. അവൾ കൊച്ചു കൊച്ചു കല്ലുകൾ തിരഞ്ഞു പിടിച്ചു. പന്തലിൻ്റെ അറ്റത്ത് കൂട്ടിക്കെട്ടിയിരിക്കുന്നതിൽ നിന്ന് അവൾ ചെറിയ നാരുകൾ ചീന്തിയെടുത്തു. രണ്ടുപേരും കൂടി പന്തലിനടിയിലേക്ക് നൂഴ്ന്നു ചെന്നു. പടവലങ്ങ പിഞ്ചുകൾ 4-5 എണ്ണം കണ്ടുപിടിച്ച അറ്റത്ത് കല്ല് കെട്ടിയിട്ടു. നീണ്ടു വളരാൻ വേണ്ടി ഭാരം കെട്ടിയിടുക. എല്ലാം തീർന്നു. പിന്നെയും കുറച്ചു നേരം അവർ നോക്കി നിന്നു. വേലിക്കപ്പുറത്തുകൂടി 2 ചെറുമക്കൾ സംസാരിച്ചു കൊണ്ടുപോയി. ഇരുട്ടായി അമ്മു, കയറിപ്പോവൂ, കൊച്ചച്ഛൻ പറഞ്ഞു. രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങിയത്. പടി അടച്ചു കെട്ടി കൊച്ചച്ഛൻ കൂടെ വന്നു. അവരുടെ പടിക്കലെത്തി. അവൾ അകത്തേക്ക് പോയി. കൊച്ചച്ഛൻ കുന്നിൻ പുറത്തേക്കും. പിന്നെ ദിവസവും കാണും. പള്ളിയാലിലെ പണി തീരുന്നത് വരെ അവിടെ വെച്ച്, പിന്നെ കുന്നുംപുറത്ത് വെച്ച്. പ്രിയമുള്ളവരെ, ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഒരു കവിതയാണോ ഇത്, അതോ കഥയോ? ഒരു കുഞ്ഞരുവി അടുത്തുകൂടി കലപില ചിലച്ചുകൊണ്ട് പോകുന്നത് പോലെ അവിടെ കുറേ കഥാപാത്രങ്ങൾ. നമ്മുടെ മണിയും കൊച്ചച്ഛനും അപ്പേട്ടനും എല്ലാ പേരും ഓരോരുത്തരും നമ്മുടെ മുന്നിലേക്ക് വന്നു മറഞ്ഞു പോവുകയാണ് അല്ലേ? പ്രിയമുള്ളവരെ, അടുത്ത ലക്കത്തിൽ കാണാം.